നമ്മളിന്ന് സംസാരിക്കുന്നത് മെന്റർഷിപ്പിനെ കുറിച്ചാണ്. ഇപ്പൊ മെന്റർഷിപ്പ് എന്നുള്ളൊരു വാക്കിന്റെ എറ്റിമോളജി നോക്കുകയാണെങ്കിൽ, അതിന്റെ ഒരു ഒറിജിൻ നോക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയും. ഗ്രീക്ക് കവിയായിരുന്ന ഹോമറിന്റെ ഒഡീസിയിൽ ആണ് ആദ്യമായി, പല സ്ഥലത്തും വായിച്ചതാണ്, ആദ്യമായിട്ട് മെന്റർ എന്ന് പറയുന്ന ഒരു വാക്ക് പ്രത്യക്ഷപ്പെടുന്നത്. പിന്നീട് പല തരത്തിലുള്ള ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിലൂടെ മാറി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോ അവിടെ അത് ഉപയോഗിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഹോമറിന്റെ ഒഡീസിയിൽ അത് ഉപയോഗിക്കപ്പെടുന്ന ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ അതിലൊരു കഥാപാത്രത്തിന്റെ മകന് ഗൈഡൻസ് കൊടുക്കാൻ, അതല്ലെങ്കിൽ ഒരു ട്രസ്റ്റഡ് ആയ ഒരു സുഹൃത്തിനെ പോലെ, വളരെ വിശ്വസ്തനായ ഒരു ഫ്രണ്ടിനെ പോലെ അവന്റെ കാര്യങ്ങളിൽ അവന് ദിശാബോധം പകർന്നു നൽകുന്ന ഒരു സുഹൃത്ത് എന്നുള്ള രൂപത്തിലാണ് മെന്റർ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു പ്രസന്റ് കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു പ്രൊഫഷണൽ കരിയർ ലെവലിലൊക്കെ വരുന്ന സമയത്ത് മെന്റർഷിപ്പിന്റെ ഇമ്പോർട്ടൻസിനെ അടയാളപ്പെടുത്താൻ ഇതിലും മനോഹരമായ ഒരു ഡെഫിനിഷൻ ആവശ്യം ഇല്ല എന്നാണ് തോന്നുന്നത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്, മെന്റർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ ഒരു സൂചകം തന്നെ ധാരാളമാണ് എന്നുള്ളതാണ്. മെന്റർഷിപ്പിനെ പറ്റിയാണല്ലോ ഇപ്പൊ പറഞ്ഞു വന്നത്. ശരിക്ക് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇപ്പൊ കിട്ടി എന്നുള്ളത് ആദ്യമായിട്ട് കേൾക്കുകയാണ് അങ്ങനെ ഒരു സംഭവം. നമ്മൾ മെന്ററിങ് എന്നിങ്ങനെ നേരത്തെ പറയാറുണ്ട്. എന്നെ പരിചയപ്പെടുത്തുന്ന സമയത്ത് പലപ്പോഴും ഒരു മെന്റർ എന്നുള്ള രൂപത്തിൽ തന്നെയാണ് പറയാറുള്ളത്. കാരണം ഒരു ടീച്ചർ എന്ന രൂപത്തിലോ അതല്ലെങ്കിൽ ഒരു മറ്റൊരു രൂപത്തിലോ പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് മിക്കവാറും മെന്റർ എന്നുള്ളതായിരിക്കും. കാരണം ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് വിദ്യാർത്ഥികളെ കാണുന്നു, അവരുടെ താല്പര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് പറ്റുന്ന മേഖലകൾ ഏതാണെന്ന് സജസ്റ്റ് ചെയ്ത് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുമ്പോൾ അവരെ കൂടെ തന്നെ സഞ്ചരിച്ച്, അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അതായത് ഈ മെന്റർഷിപ്പിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് രക്ഷിതാക്കളെ സംബന്ധിച്ച് പല വിഭാഗക്കാരായ ആളുകളായിരിക്കും. അതിൽ ടീച്ചേഴ്സ് ഉണ്ടാവും, ഡോക്ടേഴ്സ് ഉണ്ടാവും, സാധാരണക്കാരുണ്ടാവും. അപ്പോൾ ഓരോ വിഭാഗത്തിനും ഓരോ മേഖലകളായിരിക്കും പ്രധാനമായിട്ടുണ്ടാവുക. അതായത് അറിയുന്ന മേഖലകൾ, ഇപ്പോൾ ഒരു അധ്യാപകന്റെ ആണെങ്കിൽ അധ്യാപനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവരെ മെന്റർ ചെയ്യാൻ ഒരു റെഗുലർ മെന്റർ, അതായത് എല്ലാ മേഖലകളെ പറ്റി അറിയുന്ന ഒരാൾ നേരത്തെ ഒരു കുട്ടിയെ മെന്റർ ചെയ്യുകയാണെങ്കിൽ അവനെ ആ ഒരു കരിയറിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അതെ, അതോടൊപ്പം ഞാനിങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ, മെന്ററും ടീച്ചറും എന്നുള്ളൊരു മെൻഷനിങ് പറഞ്ഞല്ലോ, അത് തമ്മിലുള്ളൊരു വ്യത്യാസം വളരെ വലുതാണ്. ടീച്ചർ അല്ലെങ്കിൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ വിദ്യാർത്ഥി എന്ന് പറയുന്ന സമയത്ത് വളരെ ഹയറാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ബന്ധം, റിലേഷനാണ് പലപ്പോഴും അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പ്രത്യേകിച്ചും നമ്മളുടെ ഒരു പഴയകാല സംവിധാനത്തിൽ നിന്നൊക്കെ മാറി ആധുനിക വിദ്യാഭ്യാസ സിസ്റ്റത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന അധ്യാപക വിദ്യാർത്ഥി ബന്ധം പലപ്പോഴും അതിൽ വരുന്ന പവർ റിലേഷൻസും പവർ ഇക്വേഷൻസും ഒക്കെ പല രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് മെന്റർ എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് തന്നെ ഒരു സഹചാരി, അതല്ലെങ്കിൽ കൂടെ നടക്കുന്ന ഒരാൾ എന്നൊക്കെ ഉള്ള രീതിയിലാണ്. ആ ഒരു അർത്ഥത്തിൽ കൂടി പിന്നെ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് പിന്നെ ആജ്ഞാപിച്ചുകൊണ്ട് അവരോട് കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്നതിനേക്കാൾ പിന്നെ സജഷൻസ്, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നുള്ള രീതിയിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ സ്വീകരിക്കാനും താല്പര്യം ഉണ്ടാവും. അപ്പൊ അതിൽ ഭാഷാപരമായിട്ടുള്ളൊരു മാറ്റം, ആശയപരമായിട്ടുള്ളതോടൊപ്പം തന്നെ അതും വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഇതില് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇതിൽ നമ്മൾ ടീച്ചർ അല്ലെങ്കിൽ മെന്റർ എന്നുള്ള രണ്ട് പദങ്ങളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ അതിൽ വരുന്ന കോൺസെപ്റ്റ് അതിന്റെ, പക്ഷെ എനിക്ക് തോന്നുന്നത് അത് രണ്ടും ചെയ്യുന്നത് രണ്ട് ഡിഫറെന്റ് വാല്യൂ, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് എന്താ പറയാ പേർപ്പസ് ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിട്ട് ആ ഒരു പവർ റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു പവർ ഡൈനാമിക്സ് ഡിഫറൻസ് ഉള്ളത്, അതെനിക്ക് തോന്നുന്നത് അത് ആ ഒരു പേർപ്പസിനെ സെർവ് ചെയ്യാനും കൂടെ ആയിരിക്കും എന്നാണ്. പക്ഷെ ഇപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ മെന്റർഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് ആണ്. മെന്റർഷിപ്പ് അല്ലെങ്കിൽ അതിന്റെ പേർപ്പസ്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് നമ്മൾ എന്താണ് നമ്മൾ മുന്നോട്ട് കാണുന്നത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ മെന്റർഷിപ്പ് പറഞ്ഞല്ലോ, അപ്പൊ പല രീതിയിൽ അതിനെ നമുക്ക് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു സ്കില്ല് പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ വേണ്ടിയാവാം, അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ മെന്റർഷിപ്പ് നമ്മളെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലഭിക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഏത് രീതിയിലാണ്? അതെ, ഇപ്പൊ ഉദാഹരണമായിട്ട് നേരത്തെ പിന്നെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞ പോലെ ഒരു എനിക്ക് പെട്ടെന്ന് വരുന്നൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പൊ മാതാപിതാക്കളെ സംബന്ധിച്ച് സ്വന്തം കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള
ട്രെയിനിങ് കൊടുക്കണമെന്ന് താല്പര്യമുള്ളവരായിരിക്കും. നല്ല ഹൗസ് ഹോൾഡുകളിൽ നിന്നൊക്കെ വരുന്ന, അപ്പൊ മാതാപിതാക്കള് പിന്നെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അധ്യാപകരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് വീണ്ടും പിന്നെ അധ്യാപകരും അതല്ലെങ്കിൽ സമാനമായ മേഖലകളിലേക്ക് കുട്ടികൾ പോകുന്നതാണ് പൊതുവെ കാണാറുള്ളത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചെറുപ്പം തൊട്ട് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവർ മനസ്സിലാക്കുന്ന ഒരു ഐഡിയൽ പിന്നെ കരിയർ എന്ന് പറയുന്നത് അവരുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കരിയർ ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മുടെ മാറുന്ന സാഹചര്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ പുതിയ ഫ്യൂച്ചറിസ്റ്റിക് ആയ പിന്നെ മാറ്റങ്ങൾ മാർക്കറ്റിലും എക്കണോമിയിലൊക്കെ വരുന്ന സമയത്ത് അതിനെ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ വ്യത്യസ്ത മേഖലകളെ കുറിച്ച് ധാരണയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. പിന്നെ അത് പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ ഇങ്ങനെ ഷെയർ ചെയ്യണ്ടായി, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സ്റ്റോറി. അപ്പൊ ആ സമയത്ത് ഇതിന്റെ ഒരു പ്രാധാന്യം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അതായത് ആൾക്ക് ജോലി കിട്ടിയ സമയത്ത് ആളുടെ അച്ഛൻ കൊടുത്തിരുന്ന ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി അല്ലെങ്കിൽ മകൾക്ക് കിട്ടുന്ന സാലറി PF പോകുന്നത് കൃത്യമായിട്ട് പോവും. അതോടൊപ്പം തന്നെ പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. അതല്ലെങ്കിൽ ദൈനംദിന ചെലവിന് വേണ്ടി എടുക്കാൻ പാടില്ല. ഡേ ടു ഡേ എക്സ്പെൻസസിന് ചെയ്യുന്നതിന് പകരം ബാങ്കിൽ കീപ്പ് ചെയ്യണം എന്നുള്ളൊരു ഉപദേശമാണ് ഏകദേശം ഒരു 50-60 വയസ്സുള്ള ഒരു അച്ഛൻ നൽകുന്നത്. അതേസമയം ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് പലപ്പോഴും പേഴ്സണൽ ഫിനാൻസ് രീതിയിലൊക്കെ ആണെങ്കിൽ നൽകപ്പെടുന്ന ഉപദേശങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഡൈവേഴ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനും അതല്ലെങ്കിൽ പിന്നെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ അത് മാറുന്ന എക്കണോമിക്ക് അനുസരിച്ചുള്ള ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പൊ കരിയറിന്റെ മേഖലയിലേക്ക് വരുന്ന സമയത്തും അത്തരം മാറ്റങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞതിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഇപ്പൊ നേരത്തെ നമ്മൾ ടീച്ചറിന്റെയും ഒരു മെന്ററിന്റെയും അല്ലെങ്കിൽ ആ ഒരു രണ്ടിന്റെയും പർപ്പസ് നമ്മൾ സംസാരിച്ചല്ലോ. അത് ഈ പറഞ്ഞ പോലെ തന്നെ അതിൽ ഇപ്പൊ ഫോക്കസ് പറഞ്ഞതിൽ എനിക്കൊന്ന് ആഡ് ചെയ്യാണ്ട് തോന്നുന്നു, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന രൂപത്തിൽ ഞാനിപ്പോ കുറച്ച് മുന്നേ സ്ഥലത്ത് വായിച്ചിട്ടുണ്ടായിരുന്നു. ദ റോഡ് ടു സക്സസ് ഈസ് നോട്ട് അബൌട്ട് ബീയിങ് ദ സ്മാർട്ടസ്റ്റ് പേഴ്സൺ ഇൻ ദ റൂം. ഓരോരുത്തരുടെയും പേസും ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ശക്തി എന്താണെന്നും അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വാല്യൂസും എല്ലാം പലരും ഡിഫറെന്റ് ആണല്ലോ. അത് മനസ്സിലാക്കി അതിനെ നേർച്ചർ ചെയ്യുന്നതാണ് സക്സസിലേക്കുള്ള റോഡ് മാപ്പ് എന്നുള്ളത്. അല്ലാതെ ഏറ്റവും ക്ലാസ്സിലെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ആവുക അല്ലെങ്കിൽ അതല്ല എന്നുള്ളത് ഓരോരുത്തരെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നതാണ് എന്നുള്ളതിൽ പേഴ്സണലൈസ്ഡ് മെന്റർഷിപ്പിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നതും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓരോ കുട്ടിക്കും പ്രത്യേക കഴിവുകളുള്ളത്. നമ്മൾ ഒരു ക്ലാസ്സിലിരിക്കുന്ന 35-40 കുട്ടികൾക്ക് ഇപ്പൊ ടീച്ചറുടെ ഒരു പിന്നെ ജോലി എന്ന് പറയുന്നത് അവർക്ക് ഏൽപ്പിക്കപ്പെട്ട പണി അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ചായിരിക്കും അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നു, അവർ ക്ലാസ് എടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഓരോ കുട്ടിയുടെയും സ്പെഷ്യലൈസ്ഡ് കഴിവുകൾ അത് പല വിഷയത്തിലും, അതായത് പിന്നെ പഠന വിഷയത്തിലുണ്ടാവും, പാഠ്യേതര വിഷയങ്ങളുണ്ടാവും. ഈ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് അവരെ കറക്റ്റായിട്ട് ആ റൂട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവരെ ഈ കഴിവ് തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതെ, പിന്നെ അതോടൊപ്പം ഇപ്പൊ ചെറിയ പ്രായത്തിൽ നിന്ന് തന്നെ ഇപ്പൊ നമ്മൾ പലപ്പോഴും സ്റ്റുഡൻസിന്റെ കാര്യം നോക്കുന്ന സമയത്ത് പിന്നെ ഇപ്പൊ വലിയ യൂണിവേഴ്സിറ്റികളിൽ സർവകലാശാലകളിലൊക്കെ എത്തുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ കരിയർ ബിൽഡ് ചെയ്യുന്ന ആളുകളെ നോക്കി കഴിയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും അവർക്ക് നല്ല മെന്റേഴ്സിനെ ചെറിയ പ്രായത്തിൽ തന്നെ ലഭിച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് അത് വീട്ടിലെ തന്റെ സഹോദരനായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ വീട്ടിൽ മാതാപിതാക്കളായിരിക്കാം. അതൊന്നും അല്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ലോകത്ത് പ്രൊഫഷണൽ മെന്റർഷിപ്പ് നൽകപ്പെടുന്ന ഒരുപാട് സംവിധാനങ്ങളും മറ്റുണ്ട്. അത്തരത്തിൽ ചെറിയ പ്രായത്തിൽ നിന്ന് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ മുതലുള്ള കുട്ടികൾ ലോകത്തുള്ള ഉന്നത സർവകലാശാലകളായിട്ടുള്ള ഇപ്പോൾ ഐവി ലീഗ് സർവകലാശാലകളിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അത്രയും ചെറിയ ഏജിലാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പേസിൽ മുന്നോട്ട് പോകുന്നതിനെ എനേബിൾ ചെയ്യാൻ മെന്റർഷിപ്പിന് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു വശം. അതെ, അത് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊരു ചുറ്റുപാട് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ മെന്റർഷിപ്പിന് പറയുന്ന കൂട്ടത്തിൽ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് കരിയർ എന്നുള്ളതും. കരിയറുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അടുത്തേക്ക് വരുന്ന സമയത്ത് പലപ്പോഴും അവരെ പിന്നെ സ്കിൽസൊക്കെ നോക്കുമ്പോൾ ഈ ന്യൂമറിക്കൽ എബിലിറ്റി മറ്റ് എബിലിറ്റികളൊക്കെ ഇപ്പോൾ +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ പോലും ചിലപ്പോൾ ന്യൂമറിക്കൽ എബിലിറ്റി ഒക്കെ വളരെ വീക്കായിരിക്കും. അപ്പോൾ അത് നമ്മളിങ്ങനെ അന്വേഷിച്ച് പോകുന്ന സമയത്ത് വീട്ടിലുണ്ടാകുന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിന് വേണ്ട രൂപത്തിൽ അവരുടെ കഴിവുകളെ
തിരിച്ചറിഞ്ഞ് വേണ്ട പരിഹാരം ചെയ്തു കൊടുക്കാനുള്ള ആളില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് കുറച്ച് ഗൈഡൻസ് ഒക്കെ കൊടുത്തു, ആവശ്യമായ മോട്ടിവേഷനൊക്കെ കൊടുത്ത് ഒരു 6 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞാൽ അവരിൽ വരുന്ന മാറ്റം അത് വലിയ മാറ്റമായിരിക്കും. ഈ ഒരു മാറ്റം നേരത്തെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഉടനെ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം ഉടനെ അടുത്ത കരിയറിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അല്ലാത്തടത്തോളം ഈ സ്കില്ലുകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷമാണ് ഈ ഇവന് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു മേഖല ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എഞ്ചിനീയർ മേഖല എന്നുള്ളൊരു മേഖലയിലേക്ക് പോകുന്ന ഒരു കുട്ടിക്ക്, പക്ഷെ അവന് അതിന് ആവശ്യമുള്ള മാത്തമാറ്റിക്കൽ സ്കില്ലില്ലാതിരിക്കാനുള്ള കാരണം നേരത്തെയുള്ള ഗൈഡൻസിന്റെ കുറവാണ്. അവനത് പഠിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല. അപ്പൊ ഇവൻ ഈ സ്കില്ല് ആവശ്യമുണ്ട് എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട ഗൈഡൻസും അതിന് പ്രോപ്പറായിട്ട് ട്രെയിനിങ്ങും കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ പിന്നെ +2 കഴിയുന്ന ഉടനെ തന്നെ നല്ല എൻട്രൻസിൽ നല്ല റാങ്ക് വാങ്ങി നല്ല സ്ഥാപനത്തിൽ പഠിക്കാനും അത് നേരത്തെ തന്നെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഏത് മേഖല എടുക്കണം എന്ന് വരെ കുട്ടിക്ക് നേരത്തെ തീരുമാനിക്കാൻ പറ്റും. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷമാണ് കുട്ടി കരിയറിനെ പറ്റി ആലോചിക്കുന്നത്. അപ്പൊ അങ്ങനെ ആലോചിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ മുന്നിൽ തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ അവിടെ സമയം തീരെ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനുള്ളൊരു പരിഹാരം നേരത്തെ തീരുമാനം എടുത്തു കഴിഞ്ഞ് നമ്മൾ ആ ഒരു സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പിന്നെ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. അതായത് കൺഫ്യൂസ് ചെയ്ത് 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഇനി എന്തിനു പോകണം എന്ന് ആലോചിച്ച് കുറെ സമയം കളയുന്നതിന് പകരം ഇവർക്ക് എന്ത് സ്കില്ലാണോ ഇവൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇവന് പറ്റിയ മേഖലയിലേക്ക് ആവശ്യമുള്ളത് അതിന്റെ ട്രെയിനിങ്ങുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം നേരത്തെ മെന്റർഷിപ്പ് കിട്ടി വരുന്ന ഒരു കുട്ടിക്ക് കിട്ടുന്ന ഒരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ഇതാണെന്ന് ഞാൻ തോന്നുന്നു. ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ളൊരു സ്കിൽസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനമാണല്ലോ. ഇപ്പൊ നമ്മൾ പലപ്പോഴും കാണും ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് പോലും ജോബ് മാർക്കറ്റിന് അനുസൃതമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്കിൽസ് ലാക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോ അതിന്റെ ഒരു പ്രാധാന്യം ഇതില് ഇപ്പം എനിക്ക് 2-3 ഇപ്പം ഫവാസ് പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന് വെൻ കമ്മിങ് ടു ഒരു ജോബ് മാർക്കറ്റ്, അതുപോലെ തന്നെ വെൻ കമ്മിങ് ടു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു +2 കഴിഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയൊക്കെ 2 സ്ഥലത്തും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നേരത്തെ പറഞ്ഞ പോലെ മെൻറ്റർഷിപ്പ് പോലെ തന്നെ സ്കിൽസും അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 2 സ്റ്റുഡൻസിൻ്റെ കാര്യം ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയാം. ഒരാൾക്ക് 78% ആയിരുന്നു +2 ഉണ്ടായിരുന്നത്, ഒരാൾക്ക് 95% ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞ് ഈ 78% ഉള്ള ആൾ ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ നേടി. അതേസമയം ഈ 95 ഉള്ള ആൾ ഒരു ഗവൺമെൻറ് കോളേജിലാണ് അഡ്മിഷൻ നേടി പോയത്. ഇവിടെ വാട്ട് മെയ്ഡ് ദ ഡിഫറൻസ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൾക്ക് ഏർലി ആയിട്ടൊരു മെൻറ്റർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൾ വർക്ക് ചെയ്തിരുന്നത് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ആൾ കുറച്ചുകൂടെ ബാക്കിയുള്ള സ്കിൽസിലും ലൈക്ക് സോഫ്റ്റ് സ്കിൽസ് ആണെങ്കിലും ഹാർഡ് സ്കിൽസ് ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്യുന്നതിലും ഒരു ഹോളിസ്റ്റിക് പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ ആൾ വിജയിച്ചു. അതുകൊണ്ട് തന്നെ ആളത് സക്സസ്സിലേക്ക് എത്തി. ആൻഡ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ജോബ് മാർക്കറ്റിലേക്കാണെങ്കിൽ പോലും ഇപ്പം ഞാൻ ഹയർ ചെയ്യുന്ന സമയത്ത്, ഞാൻ പേഴ്സണലി ഹയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ഒരു ഡിഗ്രി കണ്ടിട്ട് അല്ലെങ്കിൽ ആളുടെ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കണ്ടതുകൊണ്ട് മാത്രം എവിടെയും ഞാൻ ഒരിക്കലും അതിനെ കൺസിഡർ ചെയ്യാറില്ല. അത് ആക്ച്വലി അതിനൊരു ചെറിയൊരു പെർസെൻറ്റേജ് ആ ഒരു വെയിറ്റേജ് നൽകുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഒരാൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം എങ്ങനെയാണ് ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, എങ്ങനെയാണ് ആൾ ചിന്തിക്കുന്നത്, ഇതൊക്കെയാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നു. അപ്പം സ്കിൽസ് എന്ന് പറയുമ്പം നമ്മൾ മുന്നോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ബേസിക്കലി കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏർലി മെന്റർഷിപ്പിലൂടെയൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽസ് ഇതാണെന്ന് തോന്നുന്നു. മെന്റർഷിപ്പിന്റെ പ്രാധാന്യം പറയുന്ന സമയത്ത് മനസ്സിലേക്ക് വരുന്ന ഒരു സ്റ്റോറി തോമസ് ആൽവ എഡിസന്റേതാണ്. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹത്തിന് സ്കൂളിൽ നിന്ന് ചെറുപ്പത്തിൽ പുറത്താക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് കൊടുത്തു വിടുന്നുണ്ട്. നിങ്ങളുടെ മകൻ വളരെ പഠനത്തിൽ വീക്കാണ്, അവൻ മണ്ടനാണ്, അവനൊന്നിനും സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞു വളരെ മോശമായ രീതിയിൽ ഒരു കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കാത്ത രൂപത്തിൽ പിന്നെ ടീച്ചേഴ്സ് എഴുതുന്ന സമയത്ത് അതിനെ അമ്മ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എഡിസനെ വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നത് വേറൊരു രീതിയിലാണ്. മോനെ, നിന്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സിന് നിന്നെ പഠിപ്പിക്കാൻ വേണ്ടുന്നത്ര ബുദ്ധിയില്ല, അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ മറ്റെല്ലാവരെക്കാളും നീ മികച്ച ആളായതുകൊണ്ട് ഇനി മുതൽ വീട്ടിലിരുന്ന് പഠിച്ചോളൂ എന്നാണ് അവര് പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് ആ കുട്ടിക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജമുണ്ട്, അതല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ട്. ആ മോട്ടിവേഷൻ പിൽക്കാലത്ത് എഡിസണിനെ വലിയ മഹാനാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോ സമാനമായി നമ്മളുടെ ചെറിയ നമ്മളുടെ അടുത്ത് വരുന്ന സമയത്ത്, ഇപ്പോ ഞാനിപ്പോ റീസെന്റ് ഇങ്ങനെ ഫ്രോയിഡിനെ വായിക്കുന്ന സമയത്ത് പിന്നെ
ഇപ്പൊ സൈക്കോ അനാലിസിസിന്റെ ഒരു പിന്നെ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ മനഃശാസ്ത്ര വിശകലനങ്ങളുടെ വളരെ ബേസിക്സ് എന്ന് പറയുന്നത് തന്നെ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന അനുഭവങ്ങളും അവർക്ക് ലഭിക്കുന്ന മോട്ടിവേഷൻസും മാതാപിതാക്കളുമായിട്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായുള്ള അവരുടെ ബന്ധങ്ങളുമാണ് പിൽക്കാലത്തുള്ള അവരുടെ ബന്ധങ്ങളെ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക ജീവിതത്തിനെ രൂപപ്പെടുത്തുന്നത് എന്നുള്ള വലിയൊരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ വലിയൊരു പിന്നെ കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കുന്ന അതല്ലെങ്കിൽ ഒരു 10 വയസ്സ് 15 വയസ്സിനൊക്കെ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഒരു മെന്റർഷിപ്പിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും എന്നതാണ്. അതിൽ കൂട്ടി പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെ വ്യത്യസ്ത കഴിവുള്ളവരായിരിക്കും നമ്മൾ പറഞ്ഞു. അതായത് ഓരോ കുട്ടിക്കും വ്യത്യസ്ത കഴിവുകളായിരിക്കും. അത് നമ്മൾ തിരിച്ചറിയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കുട്ടീന്റെ കഴിവ് എന്താണ്? ഇപ്പൊ എഡിസനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും അതായത് ക്ലാസ്സിൽ അണ്ടർ പെർഫോമിംഗ് ആണ്, പഠിക്കാൻ കുട്ടി വീക്കാണ്. പക്ഷെ ആ കുട്ടിയിൽ ഉണ്ടായിരിക്കുന്ന മറ്റൊരു കഴിവിനെ ആ അമ്മ തിരിച്ചറിയുകയും അതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ വഴികളും ഒരുക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് സ്വന്തം വീട്ടിൽ. അതേപോലെ എല്ലാ കുട്ടികൾക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അപ്പൊ അതിനെങ്ങനെ തിരിച്ചറിയും എന്നുള്ളതിനെ പറ്റിയാണ് ഇനിയിപ്പോൾ നമ്മളെ മുന്നിലുള്ള ഒരു പ്രശ്നം. അപ്പൊ നിലവിൽ മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനുള്ള നിരവധി അസസ്മെന്റ് ടൂളുകൾ ഇപ്പൊ അവൈലബിൾ ആണ്. സൈക്കോമെട്രിക് അനാലിസിസ് ടൂള്. റീസെന്റ് നിങ്ങളൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഷെയർ ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സൈക്കോമെട്രിക് ടെസ്റ്റ് അനാലിസിസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മറ്റും ഉപയോഗിച്ചിട്ടൊരു +2 വിദ്യാർത്ഥിക്ക് എങ്ങനെ സഹായിച്ചൊരു കാര്യം. അതെ അതെ. അപ്പൊ അതില് പിന്നെ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അണ്ടർ പെർഫോമിംഗ് ആയിട്ട് വീക്കായ കുട്ടീന്റെ കാര്യമാണല്ലോ. അതെ അതെ അതെ. അതായത് ഈ കുട്ടിക്ക് നല്ല സ്കില്ലുള്ള കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അതായത് ലോജിക്കൽ എബിലിറ്റി ഒക്കെ നോക്കുന്ന സമയത്ത് ഹൈ പെർഫോമിങ് ചെയ്യുന്ന ഒരു കുട്ടി. ഈ കുട്ടിയാണെങ്കിൽ ഈ പിന്നെ നന്നായിട്ട് അത് +2 മാർക്ക് തോറ്റെന്നാണ് എൻ്റെ ഓർമ്മ. തോറ്റിട്ടാണെന്ന് തോന്നുന്നു എൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്ങനെ വരുന്ന ഈ കുട്ടീൻ്റെ ഈ സ്കില്ല് നോക്കുന്ന സമയത്ത് ഭയങ്കര സ്കില്ലായ സമയത്ത് നമ്മൾ ഈ കുട്ടീനെ അനലൈസ് ചെയ്തു. കാരണം പേരൻറ്റിനോട് ചോദിച്ചു എന്താ പറ്റിയത്. അപ്പം നേരത്തെ ഏർലി സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന, അതായത് സ്കൂൾ ലീഡറും ക്ലാസ്സിൽ ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ എവിടെയോ വെച്ചിട്ട് ഈ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് നഷ്ടപ്പെട്ടു. അതോടുകൂടെ കുട്ടി പെർഫോമിങ്ങിൽ ബാക്കോട്ട് പോവുകയാണ്. പിന്നെ ബാക്കോട്ട് പോയി ഒരു വട്ടം ബാക്കോട്ട് പോയി പിന്നെ ബാക്കിലാണെന്നുള്ളൊരു ഫീല് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതായത് നിരന്തരം അവരായിട്ട് പിന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അത് സാധിച്ചോളുന്നില്ല. അവരായിട്ട് സ്ഥിരം ബന്ധമില്ലാത്ത പുതിയ ഒരാൾ ഈ കുട്ടിയിൽ ഇന്ന കഴിവുകളുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ കുട്ടി അത് തിരിച്ചറിയുകയും അങ്ങനെ വീണ്ടും തിരിച്ചു വരികയും ചെയ്യും. അപ്പൊ അത് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ബാക്കോട്ട് പോകുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാനും മുന്നിലുള്ള മേഖലകൾ ഏതാണെന്ന് കണ്ടെത്തി അതിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആളുകൾ ഉണ്ടാവും. അതാണ് ഈ മെന്റർഷിപ്പിന്റെ ഒരു പ്രധാന ഘടകം. അതുപോലെ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് ആഡ് ചെയ്യാനുള്ളത് വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ മെന്റർഷിപ്പിനെയും അതിന്റെ തലങ്ങളെയും പറഞ്ഞു. എനിക്ക് തോന്നുന്നു മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടീച്ചിങ്ങും മെന്റർഷിപ്പും എന്നുള്ള ഡിഫറൻസ് പോലെ തന്നെ ഏത് ഭാഗത്താണ് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നമ്മൾ നർച്ചർ ചെയ്യേണ്ടത്, വളം കൊടുക്കേണ്ടത്, എവിടെയാണ് വളർത്തേണ്ടത്, എവിടെ വളം കൊടുത്താലാണ് വളരുക എന്നുള്ളത് തിരിച്ചറിയുന്നതിൽ എനിക്ക് തോന്നുന്നു മെന്റർഷിപ്പിൽ വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് തിരിച്ചറിയുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കുട്ടിക്ക് ഇത്രയും നല്ല മാർക്ക് ഉണ്ട്, നല്ല സ്കില്ലുണ്ട്, അല്ലെങ്കിൽ മാർക്ക് വളരെ നല്ല സ്കില്ലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു. ആ സ്കില്ല് എന്ന് പറഞ്ഞ ഡെഫിനിഷൻ എന്താണ്? ചിലപ്പോ ഒരു കുട്ടിക്ക് ചിലപ്പോൾ പെയിന്റ് ചെയ്യാനുള്ള സ്കില്ലായിരിക്കാം, ഒരു കുട്ടിക്ക് ചിലപ്പോൾ പാടാനുള്ള സ്കില്ലായിരിക്കാം, ചിലപ്പോൾ അനലൈസ് ചെയ്യാനുള്ള സ്കില്ലായിരിക്കാം. അപ്പൊ അത് എങ്ങനെയാണ് ഒരു മെന്റർഷിപ്പിലേക്ക് വരുമ്പോൾ അതിനെങ്ങനെയാണ് കാണാറുള്ളത്, അതെങ്ങനെയാണ് സ്വീകരിക്കാറുള്ളത്? അതായത് അതിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സൈക്കോമെട്രിക് അനലൈസിസ് ടൂള് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ നേരത്തെ പറഞ്ഞ കുട്ടിയുടെ വിഷയത്തിലേക്ക് എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ലോജിക്കൽ എബിലിറ്റി നന്നായിട്ടുണ്ട്. ഈ ലോജിക്കൽ എബിലിറ്റി അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠനം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പറ്റുന്ന ഒരു കുട്ടി എന്തുകൊണ്ട് ബാക്കോട്ട് പോയി എന്നുള്ളതാണ് ആ കുട്ടിയിലുള്ള ചർച്ച. അതേ സമയത്ത് വേറെ ചില ആളുകൾക്ക് പഠിക്കാൻ അത്രത്തോളം കഴിഞ്ഞോളുന്നില്ല. അതേ സ്ഥാനത്ത് സ്പേഷ്യൽ ആൻഡ് വിഷ്വലൈസേഷൻ എബിലിറ്റി നന്നായിട്ടുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവർക്ക് ചിത്രം വരാതെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കിടെക്ചർ പോലെയുള്ള ഫോട്ടോഗ്രാഫി പോലെയുള്ള വിവിധ മേഖലകൾ, ഗ്രാഫിക്കൽ ഡിസൈനിങ് എന്നുള്ള ഒരുപാട് മേഖലകൾ ഈ കുട്ടിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. കരിയറിൽ മെച്ചപ്പെടാനും കഴിയും. അങ്ങനത്തെ മേഖലകളിലേക്ക് കുട്ടിയെ തിരിച്ചുവിടുക എന്നുള്ളതാണ്. അത് ഒരു മേഖല പഠനം, ഇപ്പോൾ മാത്സും ഇംഗ്ലീഷും പഠിക്കൽ മാത്രമല്ല ഒരു കുട്ടീൻ്റെ കഴിവ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ മെക്കാനിക്കൽ എബിലിറ്റി ഉണ്ട്, അതേപോലെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവും, അതുപോലെ മറ്റ് പല ക്വാളിറ്റികളുണ്ടാവും. അപ്പോൾ അതൊക്കെ തിരിച്ചറിയാൻ ഇതുപോലുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നത്.
അപ്പോൾ ഇത് ടൂളുകൾ ഉപയോഗിക്കാതെ ചിലപ്പം ചില രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ കുട്ടീനെ തിരിച്ചറിയാൻ പറ്റിയേക്കാം. പക്ഷെ പൂർണ്ണമായിട്ട് പിന്നെ അവർക്ക് കഴിയാത്തടത്തിൽ ഇങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിച്ച് അവരെ പിന്നെ തിരിച്ചറിഞ്ഞ് വേണ്ട രൂപത്തിൽ ഗൈഡൻസ് കൊടുക്കാം. മെന്റർഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് ചിലപ്പോ ഇതായിരിക്കും അല്ലേ, അതായത് റെക്കഗ്നൈസ് ചെയ്യാന്നുള്ളത്. അതെ, മെന്റർഷിപ്പിൽ ഏറ്റവും പ്രധാനം എന്നുള്ളത് കുട്ടിയെ തിരിച്ചറിയുക എന്നുള്ളത്. മെന്റർഷിപ്പിൽ എന്നുള്ള ഒരു കുട്ടിയുടെ വിജയത്തിൽ ഏറ്റവും പ്രധാനം ആ കുട്ടി ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരാളുണ്ടാവുക എന്നുള്ളത്. ആ കുട്ടീന്റെ കഴിവ് എന്താണെന്ന് ഒരാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മോനെ നിന്റെ കഴിവെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി ആ കുട്ടി കണ്ടെത്തിക്കോളും. നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പഠിക്കാനുള്ള വഴികളൊക്കെ ആ കുട്ടി സ്വയം കണ്ടെത്തി പഠിച്ചു മുന്നേറും. നമുക്ക് ആകെ ചെയ്യാനുള്ള കാര്യം അവന്റെ കഴിവ് എന്താണ്, അവൻ ആരാണ് എന്ന് അവനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു പക്ഷേ ഒരുപാട് മാതാപിതാക്കൾ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നതായിരിക്കും കമ്പാരിസന്റെ. അതെ, അതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളൂ. അപ്പൊ അത് പറഞ്ഞ സമയത്ത് കമ്പാരിസൺ വളരെ പിന്നെ എന്താ പറയാ, എൻ്റെ അടുത്ത് വന്ന 2 കുട്ടികൾ ഒരേ സമയത്താണ് ഈ 2 കുട്ടികളും വന്നത്. ഒരാൾ അയൽവാസിയാണ്, ഒരാൾ പിന്നെ 2 അയൽവാസികളാണ്. അപ്പോൾ അതിൽ ഒരാളെ പേരന്റേ വന്നിട്ടുള്ളൂ. ഈ വന്ന കുട്ടിയുടെ ഈ വന്ന ആളുടെ മകൻ എന്നുള്ളത് അണ്ടർ പെർഫോമിംഗ് ആണ്, അതായത് പരീക്ഷയിലൊക്കെ മാർക്ക് കുറഞ്ഞ ആളാണ്. മറ്റേ കുട്ടിയാണെങ്കിൽ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവിടെ വീട്ടിൽ നിന്നുള്ള കമ്പാരിസന്റെ പുറമെ എൻ്റെ അടുത്ത് വന്നിട്ട് നന്നായിട്ട് പഠിക്കുന്നുണ്ട്, അവനിങ്ങനെയാണ് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി പുറത്തിറങ്ങി, രക്ഷിതാവും പുറത്തിറങ്ങിയതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് കുട്ടി എന്തോ മറന്ന് എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് വീട്ടുകാരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരിച്ചു വന്നിട്ട് പറഞ്ഞു, എൻ്റെ പിന്നെ പേരൻസിനോടൊന്ന് പറയണം, കമ്പാരിസൺ ഒന്ന് ഒഴിവാക്കി തരാൻ ഒന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ആ കുട്ടി എത്രത്തോളം തളർത്തുന്നുണ്ടെന്ന് വിചാരിച്ചാൽ അവന്റെ കഴിവ് വേറെയാണ്. ആ കഴിവ് എന്താണ് തിരിച്ചറിഞ്ഞ് അതിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മറ്റവും പഠിക്കും പോലെ അല്ലെങ്കിൽ ഓൻ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ ലേണിംഗ് സ്കിൽ തന്നെ 4 തരമാണല്ലോ പൊതുവെ. റീഡ് ആൻഡ് റൈറ്റ് ലേണിംഗ്, അതേപോലെ ഓഡിറ്ററി ലേണിംഗ്, വിഷ്വൽ ലേണിംഗ്, കിനസ്തറ്റിക് ലേണിംഗ്. അപ്പോൾ ഓരോ കുട്ടിക്കും ഓരോ മേഖലയായിരിക്കും. അപ്പോൾ റീഡ് ആൻഡ് റൈറ്റ് ലേണിംഗ് ഉള്ള ആൾ ഇരുന്ന് പുസ്തകം വായിച്ച് പഠിക്കുന്നുണ്ടാവും. അതേ സ്ഥാനത്ത് കിനസ്തറ്റിക് ലേണിംഗ് ഉള്ള ആൾക്ക് ഒരിക്കലും പുസ്തകം എടുത്ത് തുറന്ന് അവിടെ ഇരിക്കാൻ പറ്റൂല. ആ കുട്ടിക്ക് ഓരോന്നും അനുഭവിച്ചറിയണം. കിട്ടുന്ന സാധനങ്ങൾ മുഴുവൻ അഴിച്ചു നോക്കി അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത്, അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അനുഭവിച്ചറിഞ്ഞ് പഠിച്ചാലേ ആ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള ആളെ പഠിച്ചിട്ട് നമ്മൾ പുസ്തകത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയാൽ കുട്ടി ഇരിക്കൂല, ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ കുട്ടിയുടെ പിന്നെ അതേപോലെ തന്നെ വിഷ്വൽ ലേണിംഗ് ഉള്ള കുട്ടി ഉണ്ടാവും, അപ്പൊ അതുപോലെ തന്നെ ഓഡിറ്ററി ലേണിംഗ് ഉള്ള കുട്ടി ഉണ്ടാവും. അത് തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ് രക്ഷിതാക്കൾ എന്നുള്ളവർക്ക് ചെയ്യേണ്ടത്. അതിന് പകരം മറ്റുള്ളവരായിട്ട് കമ്പാരിസൺ ചെയ്യാണ്, അവർ മുഴുവൻ സമയം ഇരിക്കുന്നുണ്ട്, രാത്രി മുഴുവൻ സമയം ഇരുന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത്. ഇപ്പൊ മെന്റർഷിപ്പ് ആരാണ് മെന്റർഷിപ്പ് കൊടുക്കേണ്ടത് എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആരിൽ നിന്ന് മെന്റർഷിപ്പ് സ്വീകരിക്കണത്, ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് മെന്റർഷിപ്പ് കൊടുക്കേണ്ട ഒരാൾ? നമ്മുടെ നാട്ടിലൊരു നിലവിലുള്ള ഒരു സിസ്റ്റം അനുസരിച്ച് ഇപ്പോൾ ആളുകൾ മെന്റർഷിപ്പ് സ്വീകരിക്കുക, പ്രത്യേകിച്ച് കരിയർ ഗൈഡൻസ് ഒക്കെ സ്വീകരിക്കുന്നത് അക്ഷയയിലെ ചേച്ചിമാരുടെ അടുത്തായിരിക്കും. അവിടെ ചെന്നിട്ട് അഭിപ്രായങ്ങൾ ചോദിച്ച് അവർ പറയുന്ന അഭിപ്രായങ്ങൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ അവർക്ക് എത്രത്തോളം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട അറിവുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അവർ പിന്നെ എത്രത്തോളം ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ട് എന്നുള്ളത്. കുറച്ച് കോഴ്സുകളെ പറ്റി അറിയാം, എല്ലാവർക്കും അറിയുമ്പോൾ അതിന് പോയാൽ നല്ലതാണെന്ന് വെറുതെ പറയും. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ആളുകൾ ആ കോഴ്സ് എടുക്കും, അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ അതിൽ വേറൊരു ഘടകമാണ് പിന്നെ നമ്മൾ സാധാരണഗതിയിൽ പിന്നെ അഭിപ്രായങ്ങൾ തേടാറുള്ളത് ഏതെങ്കിലും ഒരു മേഖലയിൽ പിന്നെ സക്സസ് ആയ ആളുകളുടെ അടുത്ത് പോയിട്ട് അഭിപ്രായം തേടും. അപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരാൾ ഡോക്ടർ ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല ഡോക്ടറാണ്. ആ ഡോക്ടറെ അടുത്ത് എന്നിട്ട് എൻ്റെ മോനിപ്പോൾ +2 കഴിഞ്ഞിട്ടുണ്ട്, സയൻസാണ് കഴിഞ്ഞ്, അവനെന്താ പറ്റുകയെന്ന് ചോദിക്കുമ്പോൾ ഒബ്വിയസ്ലി ഈ ഡോക്ടറായ ആൾ പറയും ഡോക്ടറായിക്കോ, നല്ല മേഖലയാണ്. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന് പറ്റിയ പേഴ്സണാലിറ്റി, സ്കിൽസ്, ഈ കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കാതെയാണ് പലപ്പോഴും നമ്മൾ കരിയർ തീരുമാനിക്കുക. അപ്പോൾ ആരാണ് മെന്റർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ ഈ ഏകദേശം എല്ലാ കരിയറിനെ പറ്റി നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 85% ആളുകൾക്കും ആകെ അറിയുന്നത് 7 കരിയറിനെ പറ്റിയാണ്. ഡോക്ടർ, എഞ്ചിനീയർ, പിന്നെ ലോ, ടീച്ചർ, ഇങ്ങനെ പോകുന്ന 7 കരിയറിനെ പറ്റി മാത്രമേ അറിയൂ. ബിയോണ്ട് 3000-ഓളം അല്ലെങ്കിൽ 4000-ഓളം കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി ആർക്കും പൊതുവെ അറിയൂല. അപ്പോൾ ഒരു മേഖലയിൽ സ്പെസിഫൈ ചെയ്യുന്ന ആളുകൾക്ക് അതിനെപ്പറ്റി മാത്രമേ അറിയൂ. അപ്പോൾ ഇതിനെല്ലാത്തിനെയും പറ്റി പഠിക്കുന്ന എല്ലാ ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള ഒരാളെ കോണ്ടാക്ട് ചെയ്ത് അയാളുടെ അടുത്ത് നിന്ന് ഡിസിഷൻ സ്വീകരിച്ച് കരിയർ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട്. കരിയർ ഗൈഡൻസിന്റെ ഇമ്പോർട്ടൻസ്, അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല എന്നുള്ളത് വളരെ സൊസൈറ്റിയിൽ രക്ഷിതാക്കൾക്കുള്ള ഒരു വലിയൊരു പ്രശ്നമാണ്. അതെ. അതായത് നമ്മളിപ്പോ നമ്മളെ അനുഭവങ്ങൾ തന്നെ പറയാൻ പറ്റുമല്ലോ.
ഇപ്പൊ ചില ആളുകളുടെ സ്കിൽസ് ഒക്കെ അനലൈസ് ചെയ്ത് നല്ല കരിയർ, അതിന് ഏറ്റവും നന്നായിട്ട് ചേരുന്ന കരിയർ തന്നെയായിരിക്കും സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. എന്നാൽ പോലും വീട്ടിലെത്തിയതിനു ശേഷം ജ്യേഷ്ഠനോ മറ്റാരെങ്കിലും ഒക്കെ പറയും ആ മേഖലയിൽ പോയിട്ട് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, അല്ല കാര്യമൊന്നുമില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണ്, ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസിന് ഒരു കുട്ടീനെ നമ്മൾ പിന്നെ ഈ ടെസ്റ്റൊക്കെ ചെയ്തു, സൈക്കോമെട്രിക് അനലൈസിസ് ഒക്കെ നടത്തി. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല കഴിവുള്ളൊരു നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ബിസിനസ്. അതിനുള്ള സ്കിൽസ് ആ കുട്ടിക്ക് ഉണ്ട്, പേഴ്സണാലിറ്റി ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, എന്തുകൊണ്ടും ആ കുട്ടിക്ക് പെർഫോം ചെയ്യാനും പറ്റും. അപ്പൊ അവന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്തു, അവനെ തിരിച്ചയച്ചു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം അവൻ പറയുന്നു അവന്റെ ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ട് അവന് പിന്നെ ഇതിന് പോകേണ്ട ആവശ്യമില്ല, MBA പോകണ്ട, കാരണം BBA പോകണ്ട, ബിസിനസ് മേഖലയിലേക്ക് പോകേണ്ട, MBA MBB ഒക്കെ കഴിഞ്ഞിട്ട് കുറെ ആളുകൾ വെറുതെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ആ മേഖലയിൽ സാധ്യതയില്ല. മെഡിക്കൽ പരമായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ഒരു മേഖലയിലേക്ക് പോയാൽ നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള പേഴ്സണാലിറ്റി ഇല്ല, അതിനുള്ള സ്കില്ലില്ല, അതിനുള്ള ഇൻട്രസ്റ്റും ഈ കുട്ടിക്കില്ല. എന്നിട്ടും ഈ രക്ഷിതാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി ഈ കുട്ടി മെഡിക്കൽ രംഗത്തേക്ക് പോവാണ്. 1 വർഷം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി വീണ്ടും തിരിച്ചു വരുന്നുണ്ട്. ഈ കുട്ടിക്ക് ഈ മേഖലയിൽ അട്ടർ ഫ്ലോപ്പായിട്ട് 1 വർഷവും പോയി, ആ വർഷം ചെലവഴിച്ച ക്യാഷും പോയി, വീണ്ടും തിരിച്ച് ഈ ബിസിനസ് മേഖലയിലേക്ക് തന്നെ, താല്പര്യമുള്ള മേഖലയിലേക്ക് തന്നെ പോവാണ്. അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്ന ക്യാഷ് മാത്രമല്ല, പിന്നെ വിലപ്പെട്ട 1 വർഷവും കൂടി നമുക്ക് തിരിച്ചു കിട്ടാത്തതാണല്ലോ സമയം. ആ സമയം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ സംഭവം നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ ചേർത്ത് പറയുന്ന സമയത്ത് ഇപ്പൊ പാഷൻ ഫോളോ ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള മേഖലകൾ ഫോളോ ചെയ്യാന്ന് പറയുന്ന സമയത്തും ചില സമയത്തൊക്കെ കാണാറുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വീണ്ടും കുട്ടികൾ ചിലപ്പോൾ തിരഞ്ഞെടുക്കുന്നത് കൺവെൻഷനൽ ആയിട്ടുള്ള കോഴ്സുകൾ ആകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ പുതിയ കാലത്തിന്റെ കരിയറിനനുസരിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയ കരിയേഴ്സിനനുസരിച്ച് എങ്ങനെ കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും. അതെ അതെ, നേരത്തെ പറഞ്ഞത് വെച്ച് നമുക്ക് അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ സർഗം അല്ലെങ്കിൽ ശേഷി അതൊക്കെ ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗത്താണ് ഹൈ ലോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് ഇതുപോലെയുള്ള ടൂൾസ് അല്ലെങ്കിൽ സൈക്കോ അനലിറ്റിക്കൽ ടെസ്റ്റ് വെച്ച് മനസ്സിലാക്കും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ കരിയർ ഗൈഡൻസിന് ഇമ്പോർട്ടന്റ് ഇവിടെയാണ് വരുന്നത് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ പോലെ 3000-ഓളം കരിയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ അത്രയും കരിയേഴ്സിനെ കുറിച്ച് അറിവുള്ള ഒരാൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടിയാൽ പോലും ചെയ്യാൻ പറ്റും എന്ന് നേരത്തെ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു. ഞാൻ എന്റെ ഫാമിലി തന്നെയുള്ള ഒരു സ്റ്റുഡന്റിന്റെ അവരുടെ ഫാമിലിയിൽ ഒരു അത്യാവശ്യം നല്ല പൊസിഷനിലുള്ള ഒരു CA ആളുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അവന് അത്യാവശ്യം വളരെ പെർഫോമിംഗ് ആണ്. അത്യാവശ്യം അവന്റെ കഴിവുകളെ കുറിച്ച് എനിക്ക് സയന്റിഫിക് കാര്യങ്ങളെ കുറിച്ചൊക്കെ അവൻ എന്നോട് ഇങ്ങനെ ചർച്ച ചെയ്തത്. അപ്പൊ ഞാൻ അവനോട് ഇങ്ങനെ എന്നോട് ഒന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ബേസിക്കലി അവര് അതും ചെയ്യുന്നത് തെറ്റായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്റെ അടുത്തല്ല വരണ്ടേ, ഞാനൊരു പ്രൊഫഷണൽ കരിയർ ഗൈഡൻസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പൊ അവരിപ്പോ ചെയ്യുന്നത് ഞാൻ കാണുന്നത് അവരുടെ കുടുംബത്തിൽ കുറച്ച് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾ CA ആണ്, ഓക്കെ ഇവനെ CAക്ക് വിടാം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞ പോലെ പോകുന്നുണ്ട്. ഒരു അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരും പ്രശ്നമുണ്ട്, അവർ റോൾ മോഡൽ ആക്കുന്ന ആൾക്കാരിലും അങ്ങനെ ചെയ്യുന്നതിലും ആ ഒരു അപ്രോച്ചിലും പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു സാധനം എന്താ വെച്ചാല്, നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ കരിയറിന്റെ ട്രെൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആളുകൾ ട്രെൻഡിന്റെ പിന്നാലെ പോകും. നമ്മൾ ഇവിടുത്തെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ ഒരു കാലത്ത് എഞ്ചിനീയറിംഗ് വളരെ ഫേമസ് ആയി നിൽക്കുന്ന സമയത്ത്, ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയത്ത് ആളുകൾ മുഴുവൻ എഞ്ചിനീയറിംഗിന് പോയി. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറെ ആളുകൾ ജോലി ഇല്ലാതെ നടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സ്കില്ലുള്ള ആളുകൾ എഞ്ചിനീയറിംഗിന് പോകുന്ന സമയത്ത് പോലും ആളുകൾ നിരുത്സാഹപ്പെടുത്താണ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് വെറുതെയാണ്. അതേസമയത്ത് സ്കില്ലുള്ള അതിൻ്റെ ഉള്ള പേഴ്സണാലിറ്റിയിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ എഞ്ചിനീയറിംഗിന് പോയി കഴിഞ്ഞാൽ ഇന്നല്ല എല്ലാ കാലത്തും ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ പേഴ്സണൽ വ്യക്തിക്ക് നല്ല സ്കോപ്പ് ഉണ്ടാവും. അപ്പൊ ഇതിന് ഒരു ഉദാഹരണം പറയാൻ, ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു, ചപ്പങ്ങ അല്ലെങ്കിൽ പതിമുഖം എന്ന് പറയും. ഈ പതിമുഖത്തിന് മുമ്പ് ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്ന സമയത്ത്, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ അതിൻ്റെ ഒരു ചെറിയ മരം ഉണ്ടായിരുന്നു. ആ മരം മുറിച്ച് പോകുമ്പോൾ അതിൻ്റെ ചെത്തൂളെന്ന് അറിയാലോ, മുറിച്ചിട്ട് ഉണ്ടായിരുന്ന കഷ്ണം, ഇതൊക്കെ മുമ്പ് ഒരു കവറിലെടുത്തിട്ട് കൊണ്ടുപോയി. പോകുന്ന പോക്കിൽ ഒരു പീസ് കണ്ടു, ആ പീസ് എടുത്തിട്ട് കീസയിലിട്ടിട്ടാണ് മുപ്പര് പോയത്. അപ്പൊ അത്രത്തോളം വാല്യൂ ഉള്ള ഈ ഒരു സാധനം, ഇതിന് ഭയങ്കര വിലയാണെന്ന് കണ്ടിട്ട് നാട്ടിലെ മുഴുവൻ ആളുകളും ഇതേ സാധനം കൃഷി ചെയ്തു. എല്ലാ വീട്ടിലും 2, 3 അല്ലെങ്കിൽ 4, 5 ഈ പതിമുഖം ഉണ്ട്. അപ്പൊ അവസാനം ഇതിനൊരു വിലയില്ല, ഇതാണെങ്കിൽ നല്ല മുള്ളുള്ള സാധനമാണ്, ഇത് കൊത്തി ഒഴിവാക്കിയിട്ട് ഒരു സ്ഥലത്ത് ഇടാൻ പറ്റില്ല, കാൽമേലൊക്കെ തറച്ചാൽ. അപ്പൊ അതിനുകൊണ്ട് ബുദ്ധിമുട്ടായി. ഇപ്പൊ ഈ കരിയറിന്റെ മേഖലയിൽ ചിന്തിക്കുന്ന സമയത്ത് ഇതൊരു വലിയൊരു
പിന്നെ എന്താ പറയാ, നമുക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പണ്ട് റബ്ബറിന് വില കൂടിയ സമയത്ത് തെങ്ങ് മുറിച്ച് റബ്ബർ വെച്ചു, അത് കഴിഞ്ഞ് വാനിലൊക്കെ വില കൂടിയ സമയത്ത് ഈ റബ്ബർ മുറിച്ച് വാനിൽ വെച്ചു. ഇങ്ങനെ ഇതേപോലെ തന്നെയാണ് കരിയറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തി കമ്പനി വരുന്നതെന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും എന്താ ചെയ്യേണ്ടത്, ഈ ഓരോ കുട്ടിക്കും എന്താണ് കഴിയാന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് അതിന് അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡിനനുസരിച്ച് പോകുന്ന പ്രശ്നം തീരും. ഈ കുട്ടിക്ക് ഒരിക്കലും റിഗ്രറ്റ് വരൂല, ഞാൻ എടുത്ത് മോശമായി പോയി എന്നുള്ള ഫീല് വരൂല. അവനൊരിക്കലും ഈ മേഖലയിൽ നിന്ന് ഔട്ടായി പോകില്ല. കാരണം അവൻ എത്രത്തോളം സ്കില്ലുണ്ടല്ലോ, പേഴ്സണാലിറ്റി ഉണ്ട്, കഴിവുണ്ട്, അവന് എപ്പോഴും പെർഫോം ചെയ്യാനും പറ്റും. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ അവൈലബിലിറ്റി കൂടുന്നില്ല. കാരണം ഓരോരുത്തരുടെ സ്കില്ലിനനുസരിച്ചാണല്ലോ അവർ പോകുന്നത്. അപ്പൊ അവർക്ക് അതിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും പറ്റും. ഇപ്പൊ അതുപോലെ എനിക്ക് തോന്നുന്നത്, പിന്നെ ഏതാണ് ബെസ്റ്റ് കോഴ്സ്, അതല്ലെങ്കിൽ ഏതാണ് ബെസ്റ്റ് കരിയർ എന്ന് ചിന്തിച്ച് ഏതെങ്കിലും കോഴ്സിനും കരിയറും പെർസ്യൂ ചെയ്യുന്നതിന് പകരം എനിക്ക് എന്താണ് ബെസ്റ്റ്, അതല്ലെങ്കിൽ വാട്ട് ഡു ഐ എൻജോയ് ദ മോസ്റ്റ്, അതല്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് സ്കിൽസ് ഐ ഡു എന്താ പറയാ എൻഗേജ് വിത്ത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എന്ത് വേണം എന്ന് ഫിഗർ ഔട്ട് ചെയ്യല് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ പറഞ്ഞ ട്രെൻഡ് എന്നുള്ളൊരു വേർഡ് അല്ല, പക്ഷെ ഫ്യൂച്ചർ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൺസിഡർ ചെയ്യുന്നതും പ്ലസ് ഇപ്പൊ നേരത്തെ ഇപ്പൊ ഫവാസ് മെൻഷൻ ചെയ്ത പോലെ എന്താണ് എനിക്ക് ചെയ്യേണ്ടത് എന്നിട്ട് രണ്ടിന്റെയും കൂടെ ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്യുന്നതാണ് ഞാൻ പേഴ്സണലി പറയാറുള്ളത് പല വേദികളിലും. കാരണം എനിക്ക് തോന്നുന്നത് എനിക്ക് എന്ത് ചെയ്യാനാണ് താല്പര്യം എന്നുള്ളത് പ്ലസ് എന്ത് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യുന്നത് നോക്കിയിട്ട് ഒരു കരിയർ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് വരയ്ക്കാനും എഴുതാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു താല്പര്യമുള്ള എനിക്ക് കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഞാനിപ്പോ നോക്കുകയാണ് മെറ്റാവേഴ്സ് എന്ന് പറയുന്ന ഒരു മേഖല, അത് ഭാവിയിൽ നല്ല രീതിയിൽ വളരും എന്നുള്ളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഞാനത് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് മെറ്റാവേഴ്സ് ഡിസൈനർ ആവാം, അല്ലെങ്കിൽ മെറ്റാവേഴ്സ് ആർക്കിടെക്ട് ആവാം, ഫ്യൂച്ചറിസ്റ്റിക് ആയ കരിയറിലേക്ക്. അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇർഷാ പറഞ്ഞത്. അതായത് നമ്മൾ താല്പര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കോഴ്സിലേക്കോ ഒരു മേഖലയിലേക്കോ പോകാൻ പറ്റില്ല, ഭാവി സാധ്യതയും കൂടെ നോക്കണം. പക്ഷെ ഭാവി സാധ്യത മാത്രം നോക്കി ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ, ഭാവി സാധ്യത മാത്രം നോക്കിയിട്ട് ഒരു സ്കില്ലും ഇല്ലാത്ത അല്ലെങ്കിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു മേഖലയിലേക്ക് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പോൾ കുറച്ചു കാലമൊക്കെ ജോലി ചെയ്യാൻ പറ്റിയേക്കാം. കാരണം സാലറി ഒക്കെ അത്യാവശ്യമായതുകൊണ്ടും അയാളുടെ ജീവിത ചെലവുകൾ മുന്നോട്ട് പോകേണ്ടതുകൊണ്ടും ആ മേഖലയിൽ അയാൾ ജോലി ചെയ്യും. പക്ഷെ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരു ലോങ് ടേമിലേക്ക് ആ ജോലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മളെ താല്പര്യവും സ്കില്ലൊക്കെ അത് മനസ്സിലാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ കുട്ടിയുടെ താല്പര്യവും സ്കില്ല് പേഴ്സണാലിറ്റി ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അത് ബേസ് ചെയ്ത് ഇപ്പോൾ പിന്നെ മെറ്റാവേഴ്സ് ഡിസൈൻ പോലെയുള്ള പല കോഴ്സുകളുണ്ട്, പല മേഖലകളുണ്ട്. അപ്പോൾ ഭാവിയിൽ ഇവന്റെ ഈ സ്കില്ല് വെച്ച് ഭാവിയിൽ സാധ്യത ഉണ്ടാവുന്ന മേഖലകൾ ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് കുട്ടികളെ പറഞ്ഞേക്കുക എന്നുള്ളത് ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ നമ്മള് +2 കഴിഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ അതല്ലെങ്കിൽ കോഴ്സസ് ചൂസ് ചെയ്യുന്നത് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്കൂൾ കാലഘട്ടം എങ്ങനെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ യൂഷ്വലി ആകെ ചെയ്യാറുള്ള ഒരു കാര്യം, 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ LKG കുട്ടിയെ ചേർത്തിയതിനു ശേഷം 10 വരെ ആ കുട്ടി ക്ലാസ്സിൽ പോകുന്നു, എക്സ്ട്രാ ആയിട്ട് ചില സമയത്ത് ട്യൂഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. ബേസിക്കലി ട്യൂഷന്റെയും സ്കൂളിന്റെയും പേർപ്പസ് സെയിം ആണ്. അതിനുവേണ്ടി 2 തരത്തിൽ ഉള്ള ഒരു എഫേർട്ട് ഇടുന്നുണ്ട് എന്നല്ലാതെ ആ പഠന കാലയളവിൽ തന്നെ കുട്ടിയുടെ വ്യത്യസ്ത അഭിരുചികൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പിന്നെ ചെയ്യുന്നതിനെ കുറിച്ച്, അതല്ലെങ്കിൽ അവർക്ക് സൈഡ് ഹസിൽസ് പ്രോത്സാഹിപ്പിക്കുകയോ അങ്ങനത്തെ ഒന്നും കാര്യം നമ്മളുടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് തന്നെ ഇല്ല എന്നുള്ളത് കൂടെ വലിയൊരു പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ റീസെന്റ് പിന്നെ ഒരു US യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റിന്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ആള് ഷെയർ ചെയ്യുന്നുണ്ട്, ആകെ അഡ്മിഷൻ കിട്ടിയതിന്റെ ഒരു റീസൺ എന്തായിരിക്കും, അതല്ലെങ്കിൽ അഡ്മിഷൻ കമ്മിറ്റി എന്തൊക്കെ ആയിരിക്കും നോക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് ആള് പറയാണ്, ഒബ്വിയസ്ലി എന്റെ അക്കാഡമിക്സ് നല്ല രീതിയിൽ മാറ്റർ ചെയ്യുന്നുണ്ട്, അതായത് എൻ്റെ ലേണിംഗ് എക്സ്പീരിയൻസസ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, അതോടൊപ്പം തന്നെ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ, എനിക്ക് ഏണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. ഇപ്പോൾ ബാച്ചിലേഴ്സിനും മാസ്റ്റേഴ്സിനൊക്കെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ പാർട്ട് ടൈം വർക്ക് എക്സ്പീരിയൻസ് പോലും ആവാം എന്നത് നമ്മളുടെ ഒന്നും കൾച്ചറിന്റെ ഭാഗമായി അത്ര വരാത്തൊരു കാര്യമാണ്. പക്ഷെ പുറത്തൊക്കെ ഒരു എന്താ പറയുക, ഒരു കോഡ് വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പിന്നെ പഠനത്തോടൊപ്പം സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രൂപത്തിലുള്ള ട്രെയിനിങ്സ്, അതല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, വ്യത്യസ്ത
പിന്നെ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് നമ്മൾ ട്യൂഷന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാറുണ്ട് എന്നുള്ളത്. പക്ഷേ 6ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 7ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപ വരെ ചെലവഴിക്കാൻ ഒരു സാധാരണ രക്ഷിതാവ് തയ്യാറാവുന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ ചെറിയൊരു എമൗണ്ടിന്റെ അപ്പുറത്തേക്ക് ചെലവഴിക്കാൻ പൊതുവെ സാധാരണ രക്ഷിതാക്കൾ തയ്യാറാവാറില്ല. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞു അല്ലെങ്കിൽ +2 കഴിഞ്ഞ് ഒരു കോഴ്സ് എടുക്കുന്നിടത്തിൽ എത്ര വേണമെങ്കിലും ചെലവഴിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാണ്. അത് എത്ര ലക്ഷങ്ങളായാലും കുഴപ്പമില്ല, കോടികളായാലും കുഴപ്പമില്ല, വീട് വിറ്റിട്ടാണെങ്കിലും അവരെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ വീട് പണയത്തിൽ വെച്ചിട്ടാണെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കുട്ടിയെ നേരത്തെ ട്രെയിൻ ചെയ്ത് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ ഈ കുട്ടിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ +2 കഴിയുന്ന സമയത്ത് ഈ കുട്ടിക്ക് ഇന്ത്യയിലെയോ അല്ലെങ്കിൽ വിദേശത്തെയോ നല്ല യൂണിവേഴ്സിറ്റികളിലും സ്ഥാപനങ്ങളിലും ഇങ്ങോട്ട് ക്യാഷ് വാങ്ങിയിട്ട് സ്കോളർഷിപ്പോട് കൂടെ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ വരെ ഇങ്ങോട്ട് ക്യാഷ് കിട്ടുന്ന രൂപത്തിൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കുട്ടീൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനുശേഷം നമുക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നാട്ടിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് പലപ്പോഴും മണ്ട പോയ തെങ്ങിന് വളം ഇടുന്ന രൂപത്തിൽ ആയി പോകുന്നുണ്ട് എന്നുള്ളത്. അതെ, അതായത് നമ്മൾ പിന്നെ വേരിലാണ് വളം ചെയ്യേണ്ടത്, നമ്മൾ മണ്ടക്ക് കൊണ്ടുപോയി വളം ചെയ്യും എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞതിന് ശേഷം. അതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ജസ്റ്റ് നമ്മൾ MBBSന് വേണ്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിച്ചു. ഈ കുട്ടി നന്നായിട്ട് നേരത്തെ ഈ പറഞ്ഞ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്ത് വന്നു, +2 കഴിഞ്ഞ് ഒരു വർഷം കൂടെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തേക്കാം. അതിൻ്റെ ഉള്ളിൽ ഈ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്ക് ഏവറേജ് ചിലവ് വരുന്ന ഫീസ് എന്ന് പറയുന്നത് 30,000 രൂപയാണ്. ഈ 30,000 രൂപ പിന്നെ 4 വർഷത്തേക്കും കൂടെ പിന്നെ 1,20,000 രൂപയാണ് ഈ കുട്ടിക്ക് ഫീസ് വരുന്നത്. അതേസമയത്ത് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ പ്രൈവറ്റ് സീറ്റ് വാങ്ങാൻ ഇപ്പോൾ 1 കോടി മുതൽ 1.5 കോടി രൂപ വരെയാണ് ചിലവ് വരുന്നത്. അതിൽ വേറൊരു ഡിഫറൻസും കൂടെ വരുന്നുണ്ട്. കാരണം നന്നായിട്ട് പെർഫോം ചെയ്ത എയിംസ് പോലെ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ പഠിച്ചിറങ്ങിയ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്കുള്ള സ്കില്ല് ഒരിക്കലും ഈ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിൽ 1 കോടിയോ 1.5 കോടിയും കൊടുത്ത് പഠിക്കുന്ന കുട്ടിക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലവാക്കുന്ന ക്യാഷിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നില്ല, പിന്നെ കുറേ പൈസ ചിലവാക്കേണ്ടിയും വരുന്നു എന്നുള്ളൊരു ഇഷ്യൂ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഈ കുട്ടികളെ പിന്നെ കൈകാര്യം ചെയ്ത് അവർക്ക് വേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവസാനം പിന്നെ വീട് പണയപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല, വീട് വിൽക്കേണ്ട ആവശ്യം വരുന്നില്ല. നല്ല സ്ഥാപനങ്ങളിൽ നല്ല സ്കോളർഷിപ്പോട് കൂടെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്നുള്ളൊരു പ്രധാന കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞ എക്സ്ട്രാ കരിക്കുലേഴ്സും സ്കില്ലും അതെനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊരു അക്കാദമിക് സിസ്റ്റം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ മാത്രമേ നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഏർണിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വേറെ ഒരുപാട് എക്സ്പീരിയൻസിനെ കുറിച്ച് നേരത്തെ US പഠിച്ച അഡ്മിഷൻ കിട്ടിയ സ്റ്റുഡന്റ് മെൻഷൻ ചെയ്തതായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആ ഒരു ഏർണിംഗ് എക്സ്പീരിയൻസിനേക്കാളൊക്കെ അതൊക്കെ ബേസിക്കലി റൂട്ട് ചെയ്യുന്നത് പല സ്കിൽസ് ആണ്, വളരെ സോഫ്റ്റ് സ്കിൽസ് ആണ്. എങ്ങനെ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്യണം, എങ്ങനെ ഒരു കാര്യത്തെ നോക്കി കാണണം, എങ്ങനെ ഒരാളോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഈവൻ ഒരു ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത് പോലും അതൊക്കെ അടങ്ങുന്ന സോഫ്റ്റ് സ്കിൽ തുടങ്ങി പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ മൊത്തം ഈ ഒരു സ്കിൽസ് അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ സമ്മാനിക്കുന്ന സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ് ആവുന്നു. ഈവൻ അഡ്മിഷന്റെ ടൈം തീർച്ചയായിട്ടും ജോബിന്റെ ഇതിലേക്ക് പോവാണെങ്കിലും ഒക്കെ അത് വളരെ ഇമ്പോർട്ടന്റ്. അതെ, സ്വാഭാവികമായിട്ടും ഇപ്പൊ എത്രത്തോളം ഏർണിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് മണി ഏൺ ചെയ്ത് എന്നുള്ളതായിരിക്കുമല്ലോ ഒബിയസ്ലി അവർ നോക്കുന്നത്. ആ ഒരു എക്സ്പോഷർ നമുക്കുണ്ടോ, അതല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ ത്രൈവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെയുള്ള വിഷയങ്ങളായിരിക്കും. അപ്പോൾ സോഫ്റ്റ് സ്കിൽസ് ആൻഡ് ഹാർഡ് സ്കിൽസും ഭയങ്കര അണ്ടർ വാല്യൂ ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പിന്നെ അൺഎംപ്ലോയബിലിറ്റി കൂടുന്നതിന്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലത്തിൽ നിന്ന് കുട്ടികൾ പഠിച്ചിറങ്ങുന്നത്, പിന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ യൂസ്ഫുൾ ആകുന്ന പ്രാക്ടിക്കൽ ആകുന്ന സ്കിൽസ് അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണല്ലോ. ഇപ്പൊ ഞാനൊരു പോഡ്കാസ്റ്റിൽ ഞാൻ കേട്ടൊരു കാര്യമാണ്, ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് അവര് സോൾവ് ചെയ്തൊരു ഇഷ്യൂ ഹെൽത്ത് വർക്കേഴ്സിന് എന്തൊരു പുതിയ ഇൻട്രൊഡ്യൂസ് ആയ ഒരു ടൂള് അതെങ്ങനെ യൂസ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നതാണ്. ആക്ച്വലി സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് 80% ഓഫ് ദ ഹെൽത്ത് വർക്കേഴ്സും
ഈ ഒരു ടൂൾ യൂസ് ചെയ്യാൻ അവർ ലൈക് പ്രാക്ടീസ്ഡ് അല്ല, അല്ലെങ്കിൽ അതിന് അവർക്ക് അത് ട്രെയിനിങ് ട്രെയിൻഡ് അല്ല എന്നുള്ളതാണ്. അപ്പോ അവിടെ അവർ കാണുന്നത് മുന്നോട്ടാണെങ്കിലും ഒരുപാട് മേഖലകൾ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ കാണാം വലിയൊരു എക്കോണമി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് ഈ ഒരു സ്കിൽ ട്രെയിനിങ്, അല്ലെങ്കിൽ ഒരു പഠനം കഴിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ, ഒരു നോർമൽ അക്കാദമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാത്ത പക്ഷേ ഒരു നമ്മുടെ ജോബ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡിമാൻഡ് ചെയ്യുന്നതായിട്ടുള്ള സ്കിൽസ് വലിയൊരു എക്കോണമി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട് തോന്നുന്നു. അതിന്റെ ഇമ്പോർട്ടൻസ് അത്രയും കൂടി വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് മത്സരത്തിന് തയ്യാറാക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് പോലും പലപ്പോഴും മത്സരത്തിന് പങ്കെടുക്കാറില്ല. അതിന്റെ ഒരു പ്രധാന കാരണം തോൽക്കുക എന്നുള്ള പേടിയാണ്. അപ്പോൾ പരമാവധി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതുകൊണ്ട് കിട്ടുന്ന ഗുണം, മത്സരത്തിൽ തോൽക്കുക എന്നുള്ള പേടി മാറും. അതോടൊപ്പം നിരന്തരം പങ്കെടുക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ക്വിസ് കോമ്പറ്റീഷൻ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമ്പറ്റീഷനുകളിൽ നമ്മൾ ഒരു വട്ടം പങ്കെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് നമ്മളെ വീക്ക് പോയിന്റ് എന്നുള്ളത്. അത് ഈ മത്സരത്തിൽ പങ്കെടുത്താൽ മാത്രം കിട്ടുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ ഈ തോൽക്കും എന്നുള്ള പേടി മാറ്റിവെച്ച് നിരന്തരം മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിൽ ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ടാവും, കലാമേളകൾ ഉണ്ടാവും, പിന്നെ കായിക മേളകൾ ഉണ്ടാവും. അപ്പോൾ സ്കൂൾ വൈസ് ചെയ്ത് വരുന്ന എല്ലാ മത്സരങ്ങളിലും നമ്മുടെ മക്കളെ നമ്മൾ പങ്കെടുപ്പിക്കാൻ വേണ്ടി തയ്യാറാകും. പിന്നെ ഒരുപക്ഷെ എല്ലാത്തിനും പങ്കെടുക്കാൻ കഴിഞ്ഞോളുന്നില്ല, എങ്കിലും മത്സരിക്കാൻ പറ്റുന്നിടത്തോളം പരമാവധി മത്സരിപ്പിക്കുക. ഈ മത്സരം കൊണ്ട്, ആരോഗ്യപരമായ മത്സരങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാവും. ചെറിയ ഡെവലപ്മെന്റ് ഒന്നല്ല വരുന്നത്, ഒരുപാട് ഡെവലപ്മെന്റ് ഈ മത്സരങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പേഴ്സണാലിറ്റി പരമായിട്ടുള്ള ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ കലാകായിക മേളകളിൽ പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ കേരള ഗവൺമെന്റ് ഒക്കെ നടത്തുന്ന യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ അതിൽ സ്റ്റേറ്റ് ലെവലിലൊക്കെ വിജയിക്കുന്നൊക്കെ കുട്ടികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത്, പുറത്തൊക്കെ മറ്റു പല സ്കോളർഷിപ്സിനും മറ്റും UGക്കും PGക്കും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയി അവര് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതുപോലുള്ള പാർട്ടിസിപ്പേഷൻസ് ആണ്. അപ്പൊ അതൊരു ഒരു സോഷ്യലി ഡ്രിവൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളൊരു മെസ്സേജ് കൂടി അതിൽ കൂടെ കൺവേ ആവുന്നുണ്ട് എന്നുള്ളതാണ്. കോമ്പറ്റീറ്റീവ് ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലായി. ഇപ്പൊ എനിക്ക് തോന്നുന്നു, ഞാനൊരു സംശയമാണ്, കാരണം നമ്മുടെ പാരന്റ്സിന്റെ ഒക്കെ ഇടയിൽ, പാരന്റ്സ് ആണല്ലോ ബേസിക്കലി സ്റ്റുഡൻസിന്റെ ഫസ്റ്റ് ഹാൻഡ് മെന്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇവര് സ്വന്തത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ബെസ്റ്റ് ലെവലിനോട് അതിലേക്ക് എത്താനുള്ള ഒരു കോമ്പറ്റീഷനേക്കാളും വേറൊരാളോടുള്ള ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലാണോ ആ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരബുദ്ധിയെ ഡിഫൈൻ ചെയ്യുന്നത്? അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അതെ, അതല്ലേ അത് നേരത്തെ നമ്മൾ കമ്പാരിസന്റെ കാര്യം പറഞ്ഞു. നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളെ മത്സരങ്ങളിൽ പങ്കെടുപ്പിക്കുന്ന സമയത്ത് അവരോട് പറയേണ്ടത് ഫസ്റ്റ് ആവണം എന്നല്ല. ആദ്യ സമയത്ത് മത്സരിക്കാൻ പറയാം. ഇപ്പോൾ ഉദാഹരണം, ഇപ്പൊ ക്വിസ് കോമ്പറ്റീഷൻ തന്നെയാണെങ്കിൽ ആദ്യത്തെ ഒരു സമയത്ത് ജസ്റ്റ് മത്സരിക്കാൻ പറയാം. എത്ര മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല, മത്സരിക്കാം. അടുത്ത തവണ മത്സരിക്കുന്ന സമയത്ത് അവനോട് തന്നെയാണ് അവൻ മത്സരിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ മാർക്കിനേക്കാൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യണം. മറ്റു കുട്ടിക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യത്തിന് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. ഓട്ട മത്സരത്തിനാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എത്ര സെക്കൻഡ് കൊണ്ട് നമ്മൾ 100 മീറ്റർ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതിനേക്കാൾ കുറഞ്ഞ സമയം കൊണ്ട് ഈ പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ നമ്മളോട് തന്നെ മത്സരിക്കാനുള്ള, സ്വന്തമായിട്ട് മത്സരിക്കൂലല്ലോ. അപ്പൊ മത്സരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം എന്നുള്ളവർക്ക് സ്കൂളുകളിലും ഇതിലൊക്കെ നടക്കുന്ന മത്സരങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഘടകം. അപ്പൊ അതിങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് എന്തായാലും ഓട്ടോമാറ്റിക്കലി കുട്ടി ഇമ്പ്രൂവ് ആവും. ഓരോ മത്സരങ്ങളിലും പാഠം പഠിക്കും, എന്തൊക്കെയാണ് വീഴ്ചകൾ വന്നതെന്ന് പഠിക്കും, അതിൽ നിന്ന് പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അല്ലാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റൊരാളെ മത്സരിച്ച് തോൽപ്പിക്കുക എന്നുള്ളതിന് പകരം നമ്മളോട് തന്നെ മത്സരിച്ച് നമ്മൾ വിജയിക്കുക എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കായിരിക്കണം. എല്ലാവരേക്കാൾ മുന്നിലെത്തുക എന്നുള്ളതിനേക്കാളും പങ്കെടുക്കുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസും നിനക്ക് പറ്റുന്ന പോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാം എന്നുള്ളതുമാണ്. അതെ അതെ അതെ. ഞാൻ കുറച്ച് മുൻപ് ഇന്ത്യയുടെ തന്നെ ഒരു വുമൺ അത്ലറ്റ് ഒരു ഇന്റർവ്യൂല് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള അത്ലറ്റ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വേദികളിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് ഗോൾഡും സിൽവറൊന്നും എന്തായാലും സെക്യൂർ ചെയ്യാനൊന്നും പലപ്പോഴും പറ്റാറില്ല. അപ്പൊ അവരോട് ഇതിന്റെ ഒരു കാര്യം ചോദിച്ച സമയത്ത് അവർ നൽകിയ ഒരു റെസ്പോൺസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത്, ഞാൻ ഓരോ ലാപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്തും നോക്കാറുള്ളത് എന്റെ കഴിഞ്ഞ ലാപ്പിനേക്കാൾ ബെസ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അതല്ലെങ്കിൽ മൊത്തം റണ്ണേഴ്സിന്റെ ഇടയിൽ ഞാൻ എത്രാമതാന്നുള്ളതിന് ഞാൻ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ അവരാണെങ്കിൽ മറ്റ് പല അത്ലറ്റ്സിനെ വെച്ച് നോക്കുമ്പോഴും പേഴ്സണലി കുറേയേറെ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളൊരു
ഒരു ദീർഘദൂര റണ്ണർ ആയിരുന്നു. ഇത് തന്നെയാണ് ഒരാളെ ഡെവലപ്മെന്റിന്റെ ഏറ്റവും പ്രധാന ഘടകം. നമ്മൾ ഏത് കാലത്തും മറ്റുള്ളവരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മൾ എത്ര പേരെ നോക്കും, നമുക്ക് നോക്കാനും കഴിയില്ല. അതേസമയം നമ്മളെ സ്വന്തം കാര്യങ്ങളെ നോക്കി കഴിഞ്ഞ പ്രാവശ്യം വന്ന ഫാൾട്ടുകൾ എന്തൊക്കെയാണ്, അതിലെന്തൊക്കെ ഡെവലപ്മെന്റ് വന്നു, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി അത് നമ്മൾ കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യിപ്പിക്കണം. കാരണം അവര് മത്സരിക്കാനുള്ള പേടി പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് തോൽക്കുമോ എന്നുള്ള പേടിയാണ്. അപ്പൊ അവിടെ തോൽവി വരുന്നില്ല, കാരണം ഇയാളോടാണ് ഇയാൾ മത്സരിക്കുന്നത്. ഇയാളുടെ കഴിഞ്ഞ പെർഫോമിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ ഒരിക്കലും ഈ കുട്ടിക്ക് പേടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നിരന്തരം ഒരാൾ ഡെവലപ്പ് ചെയ്യലോടുകൂടെ അയാളുടെ സ്കിൽസ് പിന്നെ നന്നായിട്ട് മുന്നോട്ട് വരികയും അയാൾ വിജയിക്കുകയും ചെയ്യും. നമ്മൾ 4ാം ക്ലാസ് ഒക്കെ മുതൽ തന്നെ പല രീതിയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട് കുട്ടികൾക്ക്. ഇപ്പോൾ NMMS എക്സാംസ്, അതുപോലെ LSS USS പോലെയുള്ള പരീക്ഷകളൊക്കെ തന്നെ ഭാവിയിൽ വലിയ സ്കോളർഷിപ്പ് ഒക്കെ നേടുന്നതിന് കുട്ടികൾക്കുള്ളൊരു പ്രയർ പ്രിപ്പറേഷൻ ഒക്കെ ആയി മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി അത്തരം പരീക്ഷകളിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കുക, അതുപോലെ അതിന് നേരിടാൻ പര്യാപ്തരാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നമ്മളൊക്കെ സംസാരിച്ച ഒരുപാട് കാര്യങ്ങളും കുട്ടികളോട് പറയുന്നതിനേക്കാളും നമ്മൾ മാതാപിതാക്കളോടാണ് പറയുന്നത്. ഈ ഒരു ECS അക്കാദമിയുടെ വികൃതി എന്ന് പറഞ്ഞൊരു മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ഞാനൊരു പാരന്റ്സിനുള്ള കോച്ചിങ് എന്നുള്ളതും ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അത് വളരെ റെലവെന്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൽ IIM IIT അല്ലെങ്കിൽ NIT വിസിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മുടെ വികൃതി എന്നുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാം ഇതിൽ ശരിക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു 6ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കിൽസ്, എബിലിറ്റീസ്, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഇൻട്രസ്റ്റ് ഇതൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ് അവരുടെ പിന്നെ പേഴ്സണാലിറ്റി ഒക്കെ മനസ്സിലാക്കി അവരെ ഹൈ ലെവലിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ നേരത്തെ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിലൂടെ ശരിക്കും ചെയ്യുന്നത്, കുട്ടികൾക്ക് എല്ലാ മാസവും 2 തവണ ഓൺലൈനായിട്ട് സെഷൻ ഉണ്ടാവും. അതോടൊപ്പം പേരൻസിന് മാസത്തിൽ ഓൺലൈനായിട്ട് സെഷൻ ഉണ്ടാവും. വർഷത്തിൽ 12 തവണ ഓഫ്ലൈനായിട്ട് വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അവരെ ക്യാമ്പ് ചെയ്തിട്ട് ഒരു ക്യാമ്പ് രൂപത്തിൽ തന്നെ, റെസിഡൻഷ്യൽ രൂപത്തിൽ തന്നെ അവർക്ക് പ്രോഗ്രാമുകൾ ഉണ്ടാവും. ഈ പ്രോഗ്രാമിന്റെ കൂടെ തന്നെ NIT IIM പോലുള്ള സ്ഥാപനങ്ങളിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ കുട്ടികൾ, നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് +2 ഒക്കെ ശേഷമാണ്, അല്ലെങ്കിൽ +2 പഠിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സ്ഥാപനത്തിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ 6ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ ചെറിയ പ്രായത്തിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നേരിട്ട് കാണാനും അവിടെ പഠിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റുകളെ പറ്റി അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ, അപ്പോൾ ആ രൂപത്തിൽ അവരെ പിന്നെ ട്രെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതാണ് വികൃതി എന്നുള്ള മെന്റർഷിപ്പ് പ്രോഗ്രാം. ഇത് പറഞ്ഞ സമയത്ത് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള NIT IIT അല്ലെങ്കിൽ IIM വിസിറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ കുറച്ച് മുൻപ്, ഏകദേശം ഒരു 2-3 വർഷം മുമ്പ് ഡൽഹിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ മീറ്റ് ചെയ്തു. അപ്പോൾ ആൾ അന്ന് പഠിക്കുന്നത് സംതിങ് റിലേറ്റഡ് ടു മറൈൻ ഫിസിക്സ് എന്തോ ആണ്. അപ്പൊ എനിക്ക് വളരെ കൗതുകം, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലേഴ്സ് ഇൻ BSc ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മറൈൻ ഫിസിക്സ് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഹൈദരാബാദിൽ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ട് അവിടെ പഠിക്കണം എന്നാണ് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തത്. വളരെ ക്യൂരിയസ് ആയിട്ട് ഞാൻ ചോദിച്ചു, ഈ സ്വപ്നം എവിടെ നിന്നാണ് രൂപപ്പെട്ട് വന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 8ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിൽ, അതായത് മൗറോഡിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ള പ്ലാനറ്റോറിയം വിസിറ്റ് ചെയ്ത സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു സാറാണ് ഇങ്ങനെ ഒരു കരിയർ ഉള്ളതിനെ കുറിച്ചും ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതിനെ കുറിച്ചും പണ്ട് പറഞ്ഞു തന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പൊ അന്ന് മുതൽ ഞാൻ നല്ല രീതിയിൽ പഠിക്കുകയും എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതുപോലെ ഡിഗ്രി ഫിസിക്സിൽ എടുത്തുകൊണ്ട് പിന്നെ മറൈൻ ഫിസിക്സിൽ ഫോക്കസ് ചെയ്യാനായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ, ഡ്രീംസ് ഇങ്ങനെ ഇൻസ്റ്റിൽ ചെയ്തു കൊടുക്കുന്നതിന്റെ ഒരു എഫക്റ്റ് വളരെ വലുതാണ് ആക്ച്വലി. അത് ഞാൻ നേരത്തെ പറഞ്ഞ് നിർത്തിയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് പിന്നെ 85% ആളുകൾക്കും 7 കരിയറിനെ പറ്റി അപ്പുറത്തേക്ക് അറിയില്ല എന്നുള്ളത്. ഇപ്പൊ ചെറിയ പ്രായം മുതൽ കുട്ടികൾ കരിയർ ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാൻ അവരുടെ മുന്നിൽ ഓപ്ഷൻസ് വേണം. ഈ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ പല ഓപ്ഷൻസും അവരെ മുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അതിൽ നിന്ന് അവർക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ കൊണ്ടുവരിക നേരത്തെ ഇവർക്കുള്ള അതേപോലെ തന്നെ ഇതിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിരന്തരം മത്സര പരീക്ഷകൾ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച NMMS പോലെയുള്ള, അതുപോലെ USS പോലെയുള്ള സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് ഇവരെ തയ്യാറാക്കുക, അതുപോലെ ഒളിമ്പ്യാഡ്സിന് ഈ കുട്ടികളെ പിന്നെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക.
ഇതുപോലുള്ള എക്സാമുകൾക്കൊക്കെ അപ്ലൈ ചെയ്യിപ്പിക്കുക, അതിൽ അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, അതിന് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. മറ്റ് സ്കൂൾ കലാമേളകൾ, മറ്റ് പരിപാടികളിലൊക്കെ ഈ കുട്ടികൾക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ കൊടുക്കുക. അതോടൊപ്പം ഇനിയിപ്പോൾ ഒരു കുട്ടി ഒരു വിഷയത്തിൽ ഇപ്പോൾ മാത്സിന് നല്ല കഴിവുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക, ആ കുട്ടിയുടെ ആ കഴിവിനെ പരമാവധി പരിപോഷിപ്പിച്ച് ഏറ്റവും ബെറ്റർ ആക്കി കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ആ രൂപത്തിൽ മെന്റർ ചെയ്യുക. ഇവന് ചില കുട്ടികൾ ചില സബ്ജക്റ്റുകളിൽ വീക്ക് ഉണ്ടാവും. അപ്പോൾ ആ വീക്കുള്ള സബ്ജക്റ്റുകളും പിന്നെ അത്യാവശ്യം ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ പിന്നെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ കുട്ടികളെ നന്നായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് 6ാം ക്ലാസ് മുതൽ 6, 7, 8 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നമ്മൾ ഇതിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നത്. പക്ഷേ ഈ 6ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലോ ഉള്ള കുട്ടി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ വരെയാണോ പോകാനുള്ളത്, എവിടെ വരെയാണോ നമ്മുടെ സപ്പോർട്ട് ആവശ്യമുള്ളത്, അവിടെ വരെ ആ കുട്ടികൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരെ സക്സസ് എന്നുള്ള ആ ഒരു തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് നമ്മൾ നേരത്തെ സംസാരിച്ച ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് അഡ്രസ് ചെയ്ത ഒരുപാട് വിഷയങ്ങളുടെ ഒരു സൊല്യൂഷൻ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മോർ ദാൻ അക്കാദമിക്സ് ഒരു ഹോളിസ്റ്റിക് പ്രൊഫൈൽ ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഒരു സ്റ്റുഡന്റിന്റെ ഏർലി ടൈമിൽ കിട്ടേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഒരു പ്രോഗ്രാമിലൂടെ കവർ അഡ്രസ് ചെയ്യാൻ ഒരുപാട് കുട്ടികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന ഒരു പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് നമ്മൾ ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം തന്നെ സൂചിപ്പിച്ചു. പിന്നെ കരിയർ ഗൈഡൻസ് രംഗത്ത് കുറച്ച് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെടുത്തേക്ക് കുട്ടികൾ വരുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടും പലപ്പോഴും വരില്ല. 10ാം ക്ലാസ് കഴിഞ്ഞും പിന്നെ +2 കഴിയട്ടെ എന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ആ സമയമാകുമ്പോഴേക്കും ഇവരുടെ പിന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലൊന്നും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് രക്ഷിതാക്കളും കുട്ടികളും പല സമയങ്ങളിലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ആശയം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്ത് വരുന്നതും. ഇത് കുട്ടികളിലേക്കും രക്ഷിതാക്കളിലേക്കും എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു 6ാം ക്ലാസ് മുതൽ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞ് അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായും എല്ലാ കുട്ടികളെയും നമുക്ക് നല്ല നിലയിലേക്കും അവരുടെ പിന്നെ താല്പര്യവും അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ പിന്നെ സ്കിൽസ് ആൻഡ് എബിലിറ്റീസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള നല്ല കരിയറിലേക്ക് തന്നെ അവരെത്തിക്കാനും ലൈഫിൽ സക്സസ് ആകുന്ന ആളുകളാക്കിയിട്ട് അവരെ മാറ്റാനും നമുക്ക് പറ്റുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പോ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സ്റ്റുഡൻസിന്റെ ജീവിതത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കട്ടെ. ഓക്കെ, താങ്ക് യു.